സ്വാഗതം ടോപ് 10ലേക്ക്. ശബരിമലയിലെ സ്വർണം പോയ വഴിയെ അന്വേഷിച്ചു. അറിഞ്ഞത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. അയ്യന്റെ മാത്രമല്ല, കടത്താൻ ശ്രമിച്ചതിൽ ശ്രീ പത്മനാഭന്റെ സ്വത്തുമുണ്ട്. അന്താരാഷ്ട്ര വിഗ്രഹ കടത്തിലടക്കം സംശയമുനയിലുള്ള ഡി മണി കൂടി അന്വേഷണ സംഘത്തിന്റെ മുന്നിലെത്തുകയാണ്. ഇതോടൊപ്പം പറയട്ടെ, ഡി മണിയും ഡിണ്ടിഗൽ മണിയും ഡയമണ്ട് മണിയും ബാലമുരുകനും എല്ലാം ഒരാൾ തന്നെയാണ്. എന്തായാലും നടന്നത് ശതകോടികളുടെ ഇടപാടാണ്. ശബരിമലയിൽ ചുമതലയിലുണ്ടായിരുന്ന രാഷ്ട്രീയത്തിലെ ഉന്നതനുമായി ചേർന്ന് 500 കോടി വാങ്ങി പഞ്ചലോഹങ്ങൾ കടത്തിയെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അപ്പോൾ ആ ഉന്നതനാര്? ഇനി അന്വേഷണം അവിടേക്ക് എത്തുമോ? കാത്തിരുന്ന് കാണണം. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ ഭക്തർ പറഞ്ഞു പോകുന്നു, വേലി തന്നെ വിളവ് തിന്നുമ്പോൾ ഇതല്ല ഇതിനപ്പുറവും നടക്കുമെന്ന്. എന്തായാലും ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും പുതിയ അധ്യക്ഷന്മാരെ നാളെ തെരഞ്ഞെടുക്കും. വി രാജേഷ് തിരുവനന്തപുരം മേയറാകും. GS ആശാനാഥ് ഡെപ്യൂട്ടി മേയർ. സ്വതന്ത്രന്റെ പിന്തുണ BJPക്ക്. UDFിൽ നിന്ന് KS ശബരിനാഥും CPMൽ നിന്ന് RP ശിവജിയും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കും. കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന് CPM. പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടം കുടുംബം UDFിന് പിന്തുണയ്ക്കും. കേരള കോൺഗ്രസ് പ്രതിപക്ഷത്ത്. കൊച്ചിയിൽ ദീപ്തി മേരി വർഗീസിന്റെ പരാതി പരിശോധിക്കുമെന്ന് സണ്ണി ജോസഫ്. തൃശൂരിൽ ഡോക്ടർ നിജി ജസ്റ്റിൻ മേയറാകും. തൃപ്പൂണിത്തുറ നഗരസഭയിൽ BJPയുടെ അഡ്വക്കേറ്റ് PL ബാബു നഗരസഭാ ചെയർമാനാകും. കോഴിക്കോട് തിരുവമ്പാടി പഞ്ചായത്തിൽ UDFിനായി കോൺഗ്രസ് വിമതൻ ജിതൻ പല്ലാട്ട് പ്രസിഡന്റാകും. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി അടൂർ പ്രകാശ്. താൻ കാണും മുമ്പ് മുഖ്യമന്ത്രിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു. സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിയെ കൊണ്ടുപോയത് താനല്ല എന്നും UDF കൺവീനർ. അപ്പോയിന്റ്മെന്റ് എടുത്തത് ആരെന്ന് മറുപടി പറയണമെന്നും മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോ AI എന്നും MV ഗോവിന്ദൻ. വിഗ്രഹക്കടത്തിലും നിർണായക വിവരങ്ങൾ പുറത്ത്. ഡി മണി എന്ന ഡയമണ്ട് മണി നടത്തിയത് ശതകോടികളുടെ ഇടപാട്. പത്മനാഭസ്വാമി ക്ഷേത്രവും ലക്ഷ്യമിട്ടു എന്ന് സൂചന. പ്രത്യാശയുടെ തിരുപ്പിറവി ആഘോഷമാക്കി ക്രിസ്മസിനെ വരവേറ്റ് ലോകം. പ്രാർത്ഥനകളിൽ പങ്കെടുത്ത് വിശ്വാസി സമൂഹം. ദരിദ്രരോട് ദയ കാണിക്കണമെന്ന ക്രിസ്മസ് ദിന സന്ദേശത്തിൽ മാർപ്പാപ്പ. ബത്ലഹേമിൽ തിരുപ്പിറവി ആഘോഷങ്ങൾ നടന്നത് 2 വർഷങ്ങൾക്ക് ശേഷം. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പ്രത്യേക പ്രാധാന്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഉദാത്തമായ മൂല്യങ്ങളുടെ സന്ദേശമായാണ് ഉത്സവങ്ങൾ വന്നെത്തുന്നത്. ബാഹ്യമായ ആഘോഷങ്ങൾക്കപ്പുറം അവ നൽകുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തണം. അല്പനേരം ചിന്തിക്കാൻ നമ്മുടെ ആന്തരിക ജീവിതത്തെ പ്രതിക്കാരമുള്ള ഓർമ്മപ്പെടുത്തലാണ് അവ. സാധാരണ ജനങ്ങളുടെ ജീവിതത്തിൽ സ്നേഹവും വെളിച്ചവും പരത്തിയ മഹാത്മാക്കളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാകുമ്പോൾ ഉത്സവങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിക്കുന്നു. യേശുവിന്റെ ജന്മം ആഘോഷിക്കുന്ന ക്രിസ്മസ് അത്തരമൊരു ആഘോഷമാണ്. ക്രിസ്മസ് സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉത്സവമാണ്. ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ക്രൈസ്തവർക്കെതിരായ ആക്രമണത്തിൽ ആശങ്കകൾ പങ്കുവച്ച സംസ്ഥാനത്തെ സഭാ മേലധ്യക്ഷന്മാർ. ആരെങ്കിലും നടത്തുന്ന ആക്രമണങ്ങൾ BJPക്ക് ഉത്തരവാദിത്തമില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല ഭക്തിസാന്ദ്രം. തങ്കയങ്കി ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. ഘോഷയാത്രയ്ക്ക് ശരണവീഥികളിൽ വൻ വരവേൽപ്പ്. മണ്ഡലപൂജ മറ്റന്നാൾ. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ. സ്പോട്ട് ബുക്കിംഗ് 2000 ചുരുക്കി. ഡൽഹിയിൽ വായുമലിനീകരണ തോത് കുറഞ്ഞു. നിയന്ത്രണങ്ങളിൽ ഇളവ്. 4ാം ഘട്ടത്തിലെ നിയന്ത്രണങ്ങൾ പിൻവലിച്ചു. സ്കൂളുകളിൽ 6 മുതലുള്ള ക്ലാസുകളെ ഓൺലൈനിൽ നിന്ന് ഒഴിവാക്കി. 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഹൈബ്രിഡ് മോഡലിൽ ക്ലാസുകൾ തുടങ്ങും. വാഹനങ്ങൾക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണങ്ങൾ തുടരും. ഇന്ത്യ ശ്രീലങ്ക 3ാം വനിതാ T20 നാളെ കാര്യവട്ടത്ത്. ഗ്രീൻഫീൽഡിൽ പരിശീലനത്തിനിറങ്ങി ടീം അംഗങ്ങൾ. നാളത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര.
കണ്ണൂരിൽ റീൽ ചിത്രീകരിക്കാൻ റെഡ് ലൈറ്റ് അടിച്ച് ട്രെയിൻ നിർത്തിച്ചു. 2 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസ്. എറണാകുളം പൂനെ എക്സ്പ്രസ് നിർത്തിച്ചത് തലശ്ശേരിക്കും മാഹിക്കുമിടയിൽ. 2 പേരെയും റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. സ്റ്റോറി ഓഫ് ദി ഡേ. ഓർമ്മയുടെ തീരങ്ങളിൽ നിളയുടെ കഥാകാരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ ഗംഭീര ജയത്തിനു പിന്നാലെ VV രാജേഷ് അന്നു പറഞ്ഞത് കണ്ണിലെ കൃഷ്ണമണി പോലെ തിരുവനന്തപുരത്തെ കാക്കും എന്നാണ്. ഒടുവിൽ ആ നിയോഗം അദ്ദേഹത്തെ തേടി വന്നെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷം അഴിമതിക്കെതിരായി നിരന്തര പോരാട്ടം നടത്തി പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കിയ VV രാജേഷ് ഇനി തിരുവനന്തപുരത്തെ നയിക്കും. 3ാം വട്ടവും വെന്നിക്കൊടി പാറിച്ച ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി. കൊടുങ്ങാനൂർ വാർഡിൽ നിന്ന് വിജയിച്ച VV രാജേഷിനെ മേയർ സ്ഥാനാർത്ഥിയായി BJP പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ രംഗത്തെ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്താണ് രാജേഷിന് കരുത്തായത്. മുൻ DGP R ശ്രീലേഖയുടെ പേര് ആദ്യം മുതൽക്ക് ഉയർന്നു കേട്ടിരുന്നെങ്കിലും ഭൂരിഭാഗം കൗൺസിലർമാരുടെയും പിന്തുണ രാജേഷിനായിരുന്നു. കരുത്തരായ നേതാക്കൾ മറ്റു മുന്നണികളിൽ നിന്ന് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സാഹചര്യത്തിൽ അവരെ നേരിടാൻ രാഷ്ട്രീയ രംഗത്ത് പയറ്റിത്തെളിഞ്ഞ ഒരാൾ തന്നെ മേയറായി എത്തണമെന്ന പൊതു അഭിപ്രായമാണ് BJPയിൽ ഉയർന്നത്. BJP സംസ്ഥാന സെക്രട്ടറിയായ രാജേഷ് തിരുവനന്തപുരം മുൻ ജില്ലാ പ്രസിഡന്റും യുവമോർച്ച മുൻ സംസ്ഥാന അധ്യക്ഷനുമായിരുന്നു. ഇതിനൊപ്പം RSSന്റെ പിന്തുണയും രാജേഷിന് തുണയായി. ഒരു പ്രതീക്ഷയും ഇല്ലാതിരുന്ന സമയത്ത് BJPക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമായാണ് BJP തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിയിരിക്കുന്നതെന്ന് VV രാജേഷ് പറഞ്ഞു. ഒരു പ്രതീക്ഷയും സാധ്യതയും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ആശയം ഏറ്റെടുത്ത് പ്രവർത്തനത്തിൽ എത്തിയ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. പതിറ്റാണ്ടുകൾക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ച അവരുടെയൊക്കെ തന്നെ അതിലൊരുപാട് പേർക്ക് ശാരീരികമായും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആയിരക്കണക്കിന് പേർ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെയൊക്കെ തന്നെ ജീവൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് BJP ഇന്ന് ഈ കോർപ്പറേഷന്റെ ഭരണത്തിൽ എത്തിയിരിക്കുന്നത്. VV രാജേഷിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിച്ചതോടെ മുതിർന്ന നേതാക്കൾ ശ്രീലേഖയുടെ വീട്ടിലെത്തി ചർച്ച നടത്തി. R ശ്രീലേഖ ഡെപ്യൂട്ടി മേയർ സ്ഥാനം നിരസിച്ചതോടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയ സാധ്യതയുള്ള ഒരു സീറ്റിൽ മത്സരിപ്പിക്കാൻ ധാരണയായി. ലഭിച്ചിരിക്കുന്നത് വലിയ ഉത്തരവാദിത്തമാണെന്നും പാർട്ടിക്കൊപ്പം നിന്ന ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആശാനാഥ് പറഞ്ഞു. വളരെ ഭാരിച്ച ഉത്തരവാദിത്തമാണ് പാർട്ടി നമുക്ക് തന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം ജനങ്ങളിൽ ഒരാളായി തന്നെ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും. ഇത് 3ാമത്തെ തവണയാണ് ആശാനാഥ് കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മേയർ സ്ഥാനാർത്ഥിയായതിൽ സന്തോഷമെന്നും ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുമെന്നും VV രാജേഷ്. തിരുത്തൽ ശക്തിയായി പ്രതിപക്ഷമുള്ളപ്പോഴാണ് ആരോഗ്യപരമായ സംവാദങ്ങൾ ഉണ്ടാകുന്നത്. അതിനാൽ പ്രതിപക്ഷ നിര ശക്തമായാൽ സന്തോഷമേ ഉള്ളൂ എന്നും അദ്ദേഹം അമൃത വാർത്തകളോട് പറഞ്ഞു. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ മേയറായിരിക്കുകയാണ്. പ്രതീക്ഷിച്ചിരുന്നതാണോ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥി? അല്ല, മേയർ സ്ഥാനത്ത് എത്തുമെന്നും പ്രതീക്ഷിച്ചില്ല. ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിലിലേക്ക് മത്സരിച്ചില്ല. ഇപ്പോൾ കോർപ്പറേഷനിലേക്ക് മത്സരിക്കണമെന്ന് പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. സംസ്ഥാന അധ്യക്ഷനാണ് അത്തരത്തിലൊരു കാര്യം പറഞ്ഞത്, കോർപ്പറേഷനിലേക്ക് വീണ്ടും മത്സരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജയിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ പാർട്ടി പ്രവർത്തനത്തിൽ ഇൻവോൾവായി. ഇന്ന് ഉച്ചയ്ക്കാണ് അദ്ദേഹം മേയർ ക്യാൻഡിഡേറ്റ് മത്സരിക്കണമെന്ന് പറഞ്ഞത്. ഈ ഒരു 5 വർഷം എന്ന് പറയുന്നത് നിർണായകമായിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ പാർട്ടി ഒരു വലിയ ഉത്തരവാദിത്വമാണ് അങ്ങനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ എത്തരത്തിലായിരിക്കും ഇനിയുള്ള പ്രവർത്തനം? വളരെ ഗൗരവമായിട്ട്, ഒരു നിമിഷം പോലും പാഴാക്കാനില്ലാതെ വളരെ ഗൗരവമായിട്ട് ഞങ്ങൾ പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഞാൻ മാത്രമല്ല, എല്ലാ കൗൺസിലർമാരും പ്രവർത്തനത്തിൽ ഏർപ്പെടും. ഈ ഒരു സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വലിയ രീതിയിലുള്ള സസ്പെൻസുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ആദ്യം മുതൽ തന്നെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് BJPയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല, സസ്പെൻസ് BJP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു കാര്യത്തിൽ സസ്പെൻസ് ആവശ്യമില്ല, ഇടയില്ല. മാധ്യമങ്ങൾ ഇങ്ങനെ ഓരോ പേരുകൾ മാറ്റിക്കൊടുത്തൊരു സസ്പെൻസ് നിലനിർത്തി അത് സ്വാഭാവികമായിട്ടും മാധ്യമ പ്രവർത്തനത്തിലെ ഒരു കാര്യമാണ്. അതൊക്കെ നമ്മൾ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ കണ്ടാൽ മതി. BJPയുടെ കാര്യം, ഞങ്ങൾ ഓരോ പോസ്റ്റ് നിശ്ചയിക്കുന്ന ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള സമയം മാത്രമാണ് എടുത്തത്. ഇനി തിരുവനന്തപുരത്തിന്റെ പ്രശ്നങ്ങൾ അത് എത്തരത്തിലായിരിക്കും നേരിടുക ഒരു നിയുക്ത മേയർ എന്ന നിലയിൽ? പ്രശ്നങ്ങൾ ഞാൻ കഴിഞ്ഞ 20-25-30 വർഷമായിട്ട് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ പ്രശ്നങ്ങൾ അറിയാം, ഏറെക്കുറെ അറിയാം. ഇപ്പോൾ രേഖകളൊക്കെ പരിശോധിച്ച് കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇനിയാണ്, പക്ഷേ അറിയാം.
ഒരു BJP പ്രവർത്തകൻ എന്നുള്ള ഈ രാജ്യത്തിന്റെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നിരവധി സംസ്ഥാനങ്ങളും കോർപ്പറേഷനിലും ഒക്കെ ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത് എന്നുള്ള ഞങ്ങൾക്ക് മാതൃകകളുണ്ട്. അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡോറൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇൻഡോർ സിസ്റ്റം ഒക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് മാതൃകകളുണ്ട്, പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്, പരിഹരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പരിഹരിക്കപ്പെടും. ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന്റെ അന്ന് തന്നെ ഇത്തരത്തിൽ ഗണഗീതം പാടിയതിനെ പ്രതിപക്ഷം വിമർശിച്ചിരുന്നു. അപ്പൊ അത്തരത്തിൽ ഇനിയുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? അതിനെ എങ്ങനെയായിരിക്കും BJP നേരിടുക? അല്ല, പ്രതിപക്ഷത്തിന്റെ വിമർശനം ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല. ഞാൻ ആ പാട്ട് കേട്ടു. ഞങ്ങളും പാടുന്ന പാട്ടാണ്. വളരെ മനോഹരമായ പാട്ട്, വളരെ എല്ലാവരും പാടേണ്ട പാട്ട്. ഇനിയിപ്പോൾ ഗണഗീതം എന്നുള്ള വാക്കാണ് അവർക്ക് ബുദ്ധിമുട്ടെങ്കിൽ അവർ CPM ബ്രാഞ്ച് കമ്മിറ്റിയിൽ പാടിക്കോട്ടെ, അപ്പോൾ പ്രശ്നമില്ലല്ലോ. RSSന്റെ ശാഖയിൽ പാടണമെന്ന് നാളെ CPM പാടിക്കോട്ടെ ആ പാട്ട്. അപ്പോൾ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. പക്ഷേ ആ പാട്ട് വളരെ മനോഹരം. നിങ്ങളൊക്കെ പാട്ട് പാടിക്കുകയാണ്, പരമപവിത്രമാതാമി മണ്ണിൽ. അത് ഒരു അക്ഷരം പോലും മാറ്റി വയ്ക്കാനില്ലല്ലോ. ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങളെ ദേശീയ ബോധം ഉൾക്കൊള്ളിച്ച, ഒരുപക്ഷെ ഞാൻ ഈ പ്രസ്ഥാനത്തിലേക്ക് ABVP സംഘത്തിന്റെ ശാഖയിലേക്കൊക്കെ പോകുന്ന ഒരു ഘടകം ഈ ദേശഭക്തി ഗാനങ്ങൾ. അത് ദേശഭക്തി ഗാനമാണത്. പ്രധാനമന്ത്രി എപ്പോഴായിരിക്കും എത്തുക? ഡിസംബർ 14 ഒന്നാമത്തെ ദിവസമായിട്ട് എണ്ണിയാൽ 45 ദിവസത്തിനും പ്രധാനമന്ത്രി എത്തും. ഓക്കെ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. 4 പതിറ്റാണ്ടുകൾക്കിപ്പുറം VV രാജേഷ് തിരുവനന്തപുരം മേയർ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തുന്ന സമയത്ത് വികസിത കേരളം എന്ന ഒരു ഇതിലൂന്നി തന്നെയാണ് പ്രവർത്തിക്കാനുള്ള ഒരു തീരുമാനം. ക്യാമറാമാൻ സനിൽകുമാറിനൊപ്പം അതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. പാർട്ടി ഏൽപ്പിച്ചത് ഭാരിച്ച ഉത്തരവാദിത്തമാണെന്നും ജനങ്ങളിൽ ഒരാളായി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും എന്നായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ആശാനാഥിന്റെ പ്രതികരണം. ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രാജ്യമൊട്ടാകെ തന്നെ ഉറ്റുനോക്കിയൊരു തിരഞ്ഞെടുപ്പാണ്. വളരെ പ്രാധാന്യമുള്ളൊരു തിരഞ്ഞെടുപ്പാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ BJPയുടെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആശാനാഥ് ഉണ്ട്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒരു വനിതാ കൗൺസിലറാണ്. ഈ വനിതകൾക്ക് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങളായിരിക്കും മുന്നോട്ട് വയ്ക്കുക? പ്രോജക്റ്റുകളാണ് ഉദ്ദേശിച്ചത്. ഈ പ്രോജക്റ്റിൻ്റെ കാര്യത്തിന് കൂടുതൽ ചർച്ചയോട്ട് വന്നിട്ടില്ല. എന്തായാലും സ്ത്രീകൾക്ക് ഉപകാരപ്പെടുന്ന നിരവധിയായിട്ടുള്ള പദ്ധതികൾ, സ്ത്രീ സൗഹൃദ നഗരമായിട്ട് തിരുവനന്തപുരം നഗരത്തെ മാറ്റുന്നതിനായിട്ടുള്ള പദ്ധതികൾ ഒക്കെ തന്നെ കൊണ്ടുവരും. എന്തൊക്കെയാണ് പ്രോജക്റ്റുകൾ എന്നുള്ള നമ്മൾ ചർച്ച നടക്കുന്നതേ ഉള്ളൂ. തിരുവനന്തപുരത്ത് നമ്മൾ 45 ദിവസത്തിനുള്ളിൽ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളുണ്ട്. അതൊക്കെ നമ്മുടെ പാർട്ടിപരമായി ചർച്ച ചെയ്ത് നിങ്ങളോടൊക്കെ തന്നെ അറിയിക്കുന്നതായിരിക്കും. BJPക്ക് ചരിത്ര വിജയമാണ് ഇത്തവണത്തെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. BJPയെ പ്രതിനിധീകരിച്ച് ഇത്തരത്തിലൊരു ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ BJP അധികാരത്തിലേക്ക് വരുന്നൊരു സമയമാണുള്ളത്. ഒരു വലിയ ചുമതലയല്ലേ കയ്യിലേക്ക് വന്നത്? തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭാരിച്ച ചുമതല തന്നെയാണ്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ചുമതല. അപ്പോൾ ഇത് വളരെ വലിയൊരു ചുമതലയാണ്. അപ്പോൾ അതുകൊണ്ട് തീർത്തും പാർട്ടിയോടൊപ്പം നിന്നിട്ട് പാർട്ടി പറയുന്നതനുസരിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിൽ ഒരാളായി ഇറങ്ങി ചെന്ന് വികസന അനന്തപുരിക്ക് വേണ്ടി തന്നെ ശ്രമിക്കും. 3ാം തവണ കൗൺസിലർ ആവുകയാണ്. അത്രയും വർഷങ്ങൾ ജനങ്ങളോടൊപ്പം ചിലവഴിച്ചതാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ എന്തെല്ലാം ആഗ്രഹിക്കുന്നു എന്നാണ് തോന്നുന്നത്? തിരുവനന്തപുരം ജനത ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ തന്നെയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അവർക്ക് അത്യാവശ്യമായിട്ട് നടന്നു പോകേണ്ടതായിട്ടുള്ള റോഡ്, കുടിവെള്ള പ്രശ്നമില്ലാതെ, തെരുവ് നായ്ക്കളുടെ വിഷയം, തെരുവ് വിളക്കിൽ കത്താത്ത, ഇതൊക്കെ തന്നെ ഇതൊക്കെയാണ് തിരുവനന്തപുരത്തെ ജനത അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ അടിസ്ഥാന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവരിൽ ഒരാളെ തന്നെ കൂടെ ഉണ്ടാകും. പിന്നെ നിരവധിയായിട്ടുള്ള പ്രോജക്റ്റുകൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു. ഒരുപാട് പ്രോജക്റ്റുകൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുള്ള, കേന്ദ്രത്തിൻ്റെതായ നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിനൊക്കെ തന്നെ പാർട്ടിയുമായിട്ട് ആലോചിച്ച ശേഷം ഒരുമിച്ച് തീരുമാനമെടുക്കുന്നത്. പാർട്ടിയുമായിട്ട് മാത്രമല്ല, നമ്മുടെ പ്രവർത്തകരുമായിട്ടും അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലർമാരുമായിട്ടും സഹ കൗൺസിലർ 101 കൗൺസിലർമാരുമായിട്ടും തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതായിരിക്കും. ശക്തമായിട്ടുള്ള സമരപരിപാടികളുമായി കോർപ്പറേഷന്റെ കഴിഞ്ഞകാല ഭരണത്തിനെതിരെ BJP പലതവണ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വരും ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള ഒരുപാട് നേതാക്കൾ, ഈ സമരപരിപാടിയുടെ ഭാഗമായവർ, പരിചയ സമ്പത്തുള്ളവർ, അവരെയെല്ലാം മാറ്റി നിർത്തിയാണ് ആശാനാഥിനെ ഇത്തരത്തിലുള്ള ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിലെന്താണ്? പാർട്ടിയല്ലേ തീരുമാനമെടുത്ത, പാർട്ടി തീരുമാനം എല്ലാവരും അംഗീകരിച്ച് തന്നെയാണ്. കാരണം എല്ലാ പേരും ഇത് ഒരാളുടെ ഒരു തീരുമാനമല്ല. പാർട്ടി മൊത്തത്തിൽ സംസ്ഥാന നേതൃത്വം കൗൺസിലർമാരുമായിട്ടും നേതാക്കന്മാരുമായിട്ടും ഒക്കെ തന്നെ ആലോചിച്ച ശേഷം ഓരോരുത്തരുടെയും അഭിപ്രായം അറിഞ്ഞ ശേഷം എടുത്ത തീരുമാനമാണ്. അത് എന്തായാലും എല്ലാ കൗൺസിലേഴ്സുമായാലും പ്രവർത്തകരും ഒക്കെ തന്നെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെയാണ് എന്നെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്തായാലും എല്ലാവിധ ആശംസകളും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കോൺഗ്രസ് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് CPM. സത്യപ്രതിജ്ഞയിൽ ചട്ടലംഘനമുണ്ടായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിൽ പറയുന്നു. കാവിലമ്മ, ബലിദാനികൾ, ഗുരുദേവൻ, അയ്യപ്പൻ, ആറ്റുകാലമ്മ തുടങ്ങിയ പേരുകളിൽ സത്യപ്രതിജ്ഞ ചെയ്തതായാണ് പരാതി. CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയും നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവുമാണ് പരാതി നൽകിയത്. 20 കൗൺസിലർമാർക്കെതിരെയാണ് പരാതി.
പാലാ നഗരസഭയിൽ ചെയർപേഴ്സൺ സ്ഥാനം പുളിക്കക്കണ്ടം കുടുംബത്തിലേക്ക്. UDFനെ പിന്തുണയ്ക്കുമെന്ന പുളിക്കക്കണ്ടം കുടുംബം വ്യക്തമാക്കിയിരിക്കുകയാണ്. ആദ്യ ടേമിൽ ബിനുവിന്റെ മകൾ 21 വയസ്സുകാരിയായ ദിയ പുളിക്കക്കണ്ടം ചെയർപേഴ്സൺ ആകും. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും ദിയ. പാലാ നഗരസഭയിൽ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 പേരാണ് സ്വതന്ത്രരായി ജയിച്ചത്. ബിനു പുളിക്കക്കണ്ടം, മകൾ ദിയ പുളിക്കക്കണ്ടം, ബിനുവിന്റെ സഹോദരൻ ബിജു പുളിക്കക്കണ്ടം. ആർക്കും ഭൂരിപക്ഷമില്ലാത്ത പാലാ നഗരസഭ ആര് ഭരിക്കുമെന്നതിൽ പുളിക്കക്കണ്ടം കുടുംബത്തിലെ 3 അംഗങ്ങളുടെ നിലപാട് വളരെയധികം നിർണായകമായിരുന്നു. LDFും UDFും പുളിക്കക്കണ്ടം കുടുംബവുമായി ചർച്ചയൊക്കെ നടത്തിയിരുന്നു. ഒടുവിൽ UDFനൊപ്പം നിൽക്കാനാണ് പുളിക്കക്കണ്ടം ഫാമിലി തീരുമാനിച്ചത്. അതോടെ അനിശ്ചിതത്വത്തിന് വിരാമവുമായി. ഡോക്ടർ നിജി ജസ്റ്റിന്റെയും സുബി ബാബുവിന്റെയും ലാലി ജെയിംസിന്റെയും പേരുകൾ തൃശൂരിൽ മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടു. ഇവർക്കായി ചരടുവലികളും സജീവമായിരുന്നു. എങ്കിലും ഒടുവിൽ കാര്യമായ തർക്കങ്ങളൊന്നുമില്ലാതെ നിജി ജസ്റ്റിനെ മേയറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. A. പ്രസാദിനെ ഡെപ്യൂട്ടി മേയറായും തെരഞ്ഞെടുത്തു. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശവും കൗൺസിലർമാരുടെ അഭിപ്രായവും മാനിച്ചാണ് തീരുമാനമെടുത്തത് എന്നാണ് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമാണെങ്കിലും ഡോക്ടർ നിജി ജസ്റ്റിൻ സംഘടനാ രംഗത്തും ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിലും സജീവമാണ്. കിഴക്കുംപാട്ടുകരയിൽ നിന്നും 614 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് നിജി വിജയിച്ചത്. നിലവിൽ DCC വൈസ് പ്രസിഡന്റാണ് നിജി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളിലും ഇവർ പ്രവർത്തിച്ചിരുന്നു. KPCC സെക്രട്ടറി കൂടിയായ A. പ്രസാദിന്റെ പേരായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് നേരത്തെ തന്നെ പ്രധാന പരിഗണനയിലുണ്ടായിരുന്നത്. നിലവിൽ സിവിൽ സ്റ്റേഷൻ ഡിവിഷനിൽ നിന്നാണ് 413 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ A. പ്രസാദ് വിജയിച്ചത്. കൗൺസിലർ എന്ന നിലയിൽ പ്രവർത്തന പരിചയവും ഇദ്ദേഹത്തിനുണ്ട്. മേയർ, ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ പാർലമെന്ററി പാർട്ടി തീരുമാനമാണെന്നും അത് നടപ്പിലാക്കുമെന്നും DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. ഇത് KPCCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പാർലമെന്ററി പാർട്ടി യോഗം വിളിച്ചു ചേർക്കണം, അവരുടെ അഭിപ്രായം എടുക്കണം. അതിലൊരു കാരണവശാലും കൈപ്പൊന്തിച്ചിട്ടോ ബാലറ്റ് പ്രകാരമോ വോട്ടെടുപ്പ് പാടില്ല. കൂടിക്കാഴ്ചയിലൂടെ അഭിപ്രായ സമന്വയം അല്ലെങ്കിൽ അഭിപ്രായം തേടിയതിന് ശേഷം ബന്ധപ്പെട്ട നേതാക്കളുമായി സംസാരിച്ച് ഉചിതമായ തീരുമാനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടുക്കണം. അതാണ് ഞാനിവിടെ നിർവഹിച്ചിട്ടുള്ളത്. തന്നെ മേയറായി തിരഞ്ഞെടുത്തതിൽ അതിയായ സന്തോഷമുണ്ടെന്നും തൃശൂരിന്റെ സമഗ്ര വികസനം എന്ന ലക്ഷ്യം മുൻനിർത്തി കൂട്ടായി പ്രവർത്തിക്കുമെന്നും നിയുക്ത മേയർ നിജി ജസ്റ്റിൻ പറഞ്ഞു. വളരെ സന്തോഷവും അഭിമാനവും തോന്നുന്ന നിമിഷങ്ങളാണ്. കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. തൃശ്ശൂരിൻ്റെ സമഗ്രമായ അടിസ്ഥാന വികസനത്തിന് ആദ്യം മുൻഗണന. ജനങ്ങളെ കേട്ട് ചേർത്ത് നിർത്തി മുന്നോട്ടു പോകുമെന്നും പാർട്ടി ഒരു തീരുമാനം പ്രഖ്യാപിച്ചാൽ അത് എല്ലാവരുടേതുമാണെന്നും നിയുക്ത തൃശൂർ ഡെപ്യൂട്ടി മേയർ A. പ്രസാദും വ്യക്തമാക്കി. ജനവിധിയുടെ ആ വിശ്വാസ്യത കാത്തുസംരക്ഷിച്ചുകൊണ്ട് തന്നെ ഐക്യജനാധിപത്യ മുന്നണി സംവിധാനം കോൺഗ്രസ് പാർട്ടി ജനങ്ങളെ പരിപൂർണമായി കേട്ടുകൊണ്ട് തൃശ്ശൂരിനകത്ത് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട് തന്നെ ഭരണവുമായി മുന്നോട്ട് പോകും. ഒരു പതിറ്റാണ്ടിന് ശേഷമാണ് തൃശൂർ കോർപ്പറേഷൻ ഭരണം കോൺഗ്രസിന്റെ കൈകളിലെത്തുന്നത്. ആകെയുള്ള 56 ഡിവിഷനിൽ 33 എണ്ണവും കൈവശപ്പെടുത്തിയാണ് ഇത്തവണ അധികാരത്തിലെത്തിയത്. നിജി ജസ്റ്റിനെ കൂടാതെ ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരെയും മേയർ പദവിയിലേക്ക് കോൺഗ്രസ് പരിഗണിച്ചിരുന്നു. അമൃത ന്യൂസ്, തൃശൂർ. കൊച്ചിയിൽ മേയറിന്റെ കാര്യത്തിൽ തീരുമാനമായെങ്കിലും ദീപ്തി മേരി വർഗീസിന്റെ പരിഭവം തീർന്നിട്ടില്ല. ദീപ്തിക്ക് പരാതിയുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു മേയർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിലും 1-ലേറെ പേരുകളുണ്ടായിരുന്നു. ഒരു പേരിലേക്ക് അവസാനം എത്തി. ആ പേര് എല്ലാവരും അംഗീകരിക്കുന്നു. അദ്ദേഹം ദീപ്തി മേരി നമുക്കറിയാം ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. മുനിസിപ്പൽ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനും അർഹതയുണ്ട്. അതെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ കിട്ടാത്തതിൻ്റെ പേരിലുള്ള അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നിരിക്കാം. അതിലൊരു പരാതി ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും. ദീപ്തി എനിക്കൊരു ഒരു ദീപ്തിയുടെ ഒരു പ്രയാസം അറിയിച്ചിട്ടുണ്ട്. അത് ഞാൻ എന്താണെന്ന് ഒന്നുകൂടി പരിശോധിക്കും. CPM-മായി സഹകരിക്കാൻ തയ്യാറല്ല എന്ന് കോൺഗ്രസ് നിലപാടെടുത്തു. ഒടുവിൽ തീരുമാനമായി തൃപ്പൂണിത്തുറ നഗരസഭ BJP ഭരിക്കും. തൃപ്പൂണിത്തുറയിൽ നഗരസഭാ ചെയർമാൻ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് PL ബാബുവിനെയും ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി രാധിക വർമ്മയെയും BJP നേതൃത്വം തീരുമാനിച്ചു. തൃപ്പൂണിത്തുറയിൽ LDF ഭരണത്തെ അട്ടിമറിച്ചാണ് BJP ഏറ്റവും വലിയ കക്ഷിയായത്. BJPക്ക് നഗരസഭയിൽ 21 സീറ്റാണ് ലഭിച്ചത്. LDFന് 20ഉം UDFന് 12 സീറ്റുകളും ലഭിച്ചിട്ടുണ്ട്. ആർക്കും കേവല ഭൂരിപക്ഷമില്ല. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടി പഞ്ചായത്തിൽ UDF പിന്തുണയിൽ കോൺഗ്രസ് വിമതൻ പ്രസിഡന്റാകും. കോൺഗ്രസ് വിമതനായ ജിതിൻ പല്ലാട്ടാണ് പ്രസിഡന്റാവുക.
LDF UDF മുന്നണികൾ അംഗബലത്തിൽ തുല്യനിലയിലായതോടെയാണ് അവിടെ കോൺഗ്രസ് വിമതൻ നിർണായക ശക്തിയായത്. ഭരണസമിതിയുടെ ആദ്യ 2.5 വർഷം ജിതിൻ പല്ലാട്ടും തുടർന്ന് കോൺഗ്രസ് പ്രതിനിധിയുമാണ് അധ്യക്ഷനാവുക. 9 വീതം സീറ്റുകളാണ് LDFനും UDFനും ലഭിച്ചത്. CPMലെ MR കൃഷ്ണകുമാരി പന്തളം നഗരസഭ അധ്യക്ഷയാകും. ഇന്ന് ചേർന്ന LDF യോഗത്തിലായിരുന്നു തീരുമാനം. CPIയുടെ K മണിക്കുട്ടനാണ് വൈസ് ചെയർമാൻ. അധ്യക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ലസിത നായർ തോറ്റതോടെയാണ് പുതിയ അധ്യക്ഷയെ കണ്ടെത്തിയത്. കൊല്ലം കോർപ്പറേഷനിൽ UDF ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് കോൺഗ്രസിന്റെ ഡോക്ടർ ഉദയ സുകുമാരൻ മത്സരിക്കും. ഇന്ന് ചേർന്ന UDF യോഗമാണ് തീരുമാനമെടുത്തത്. തങ്കശ്ശേരി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഉദയ സുകുമാരൻ മുൻ മുനിസിപ്പൽ ചെയർമാൻ കരുമാലിൽ സുകുമാരന്റെ ഭാര്യയാണ്. മേയർ സ്ഥാനത്തേക്ക് AK ഹഫീസും ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ ഉദയ സുകുമാരനും മത്സരിക്കും. RSPയും മുസ്ലിം ലീഗും ഡെപ്യൂട്ടി മേയർക്കായി അവകാശം ഉന്നയിച്ചിരുന്നു. മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ കോൺഗ്രസ് എടുക്കുന്നതിൽ ഘടകകക്ഷികളായ RSPക്കും ലീഗിനും അതൃപ്തിയുണ്ടായിരുന്നു. RSPക്കും ലീഗിനും പ്രധാന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങൾ നൽകാനും ഇന്ന് ചേർന്ന UDF യോഗം തീരുമാനമെടുത്തു. ആലപ്പുഴ നഗരസഭയിൽ കോൺഗ്രസിലെ മോളി ജേക്കബ് ചെയർപേഴ്സണാകും. UDFനെ പിന്തുണയ്ക്കുന്ന സ്വതന്ത്രൻ ജോസ് ചെല്ലപ്പൻ വൈസ് ചെയർമാനാകും. ആദ്യ 2 വർഷം മോളി ജേക്കബും തുടർന്ന് 2 വർഷം CS ഷോളിയും ചെയർപേഴ്സണാകും. അടുത്ത 1 വർഷം ലീഗ് അംഗം ചെയർമാനാകും. സ്വതന്ത്രൻ പിന്തുണച്ചതോടെയാണ് നഗരസഭാ ഭരണം UDFന് ഉറപ്പായത്. PA ജബ്ബാർ ഹാജി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാകും. വൈസ് പ്രസിഡന്റായി അഡ്വക്കേറ്റ് AP സ്മിജിയെയും തീരുമാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങളാണ് പ്രഖ്യാപനം നടത്തിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായി PK അസ്ലു, ഷാഹിന നിയാസ് എന്നിവരും പാർലമെന്ററി പാർട്ടി ലീഡറായി വെട്ടമാലി കോയ, സെക്രട്ടറിയായി KT അഷ്റഫ്, ട്രഷററായി ബഷീർ രണ്ടത്താണി എന്നിവരെയും തീരുമാനിച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അന്വേഷണം ചെന്നെത്തി നിൽക്കുന്നത് പുതിയ തലങ്ങളിലേക്കാണ്. വിഗ്രഹക്കടത്തിൽ നിർണായക വിവരങ്ങളാണ് സ്വർണ്ണക്കൊള്ളയിൽ പങ്കുണ്ടെന്ന വ്യവസായി ആരോപിച്ച D മണി എന്ന ഡയമണ്ട് മണിയിലൂടെ ലഭിക്കുന്നത്. ശബരിമലയിൽ ചുമതലയിലുണ്ടായിരുന്ന രാഷ്ട്രീയത്തിലെ ഉന്നതനുമായി ചേർന്ന് 500 കോടി വാങ്ങിയാണ് പഞ്ചലോഹങ്ങൾ കടത്തിയത് എന്നാണ് വിവരം. പക്ഷേ ശബരിമലയിൽ തീരുന്നില്ല. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും ശ്രമിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യക്തതയ്ക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സുധീഷ് കുമാറിനെയും ഒക്കെ പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തു. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെയും ജയിലിലെത്തിയ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തു. SP ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ. D മണിയെ ചോദ്യം ചെയ്യുന്നതിന് സമാന്തരമായാണ് പോറ്റിയെയും സുധീഷ് കുമാറിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വ്യവസായിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് D മണിയെന്ന ദിണ്ടിഗൽ സ്വദേശി ബാലമുരുകനെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത്. ഇയാളുടെ ഇടനിലക്കാരനായ ശ്രീകൃഷ്ണനും അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. ശബരിമലയിൽ നിന്നുള്ള പഞ്ചലോഹ ഇടപാടിൽ ഉന്നത വ്യക്തിയുമായി ചേർന്ന് 500 കോടി രൂപയുടെ ഇടപാടുകൾ നടത്തിയതായാണ് മൊഴി. ഇതിൽ D മണിയിൽ നിന്നും വ്യക്തത വരുത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ ലക്ഷ്യം. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും ഈ അന്താരാഷ്ട്ര സംഘം ലക്ഷ്യമിട്ടിരുന്നതായാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അന്താരാഷ്ട്ര തലത്തിലേക്ക് ബന്ധം നീളുന്ന കേസാണ്. അതിനാൽ കോടതിയുടെ മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് രമേശ് ചെന്നിത്തല വീണ്ടും ആവശ്യപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ മുതലുകൾ മോഷണം പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വളരെ അപൂർവങ്ങളായിട്ടുള്ള വലിയ തോതിൽ വിലപിടിപ്പുള്ള രത്നങ്ങളടക്കം ഇങ്ങനെ ആൻറ്റിക്സ്, ഇത് പുരാവസ്തു മാത്രം വാങ്ങിക്കുന്ന അധോലോകങ്ങളുണ്ട്, മാഫിയകളുണ്ട്. അവരാണ് ഇത് കൊണ്ടുപോയിട്ടുള്ളതെന്നാണ് കിട്ടിയിട്ടുള്ള വിവരം. അപ്പോൾ ഇതെല്ലാം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. തന്നെയുമല്ല, ഇപ്പം SIT അന്വേഷിക്കുന്ന 312 ഗ്രാമിൻ്റെ കാര്യമാണ് ഗോവർദ്ധൻ്റെ ആഭരണശാലയിൽ നിന്ന് കിട്ടിയത്. അതല്ലല്ലോ ഇവിടെ യഥാർത്ഥ തൊണ്ടി മുതൽ എവിടെ? ആ തൊണ്ടി മുതലല്ല കണ്ടെത്തേണ്ടത്. കേസങ്ങ് മുറുകിയതോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആരെയൊക്കെ കണ്ടു എന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. അടൂർ പ്രകാശ് MP പറയുന്നു താൻ കാണും മുമ്പ് മുഖ്യമന്ത്രിയെ ഉണ്ണികൃഷ്ണൻ പോറ്റി കണ്ടു എന്ന്. അപ്പോൾ MV ഗോവിന്ദൻ ചോദിക്കുന്നു സോണിയാഗാന്ധിക്ക് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത് ആരെന്ന്. മുഖ്യമന്ത്രിയുടെ രഹസ്യം പറയുന്ന ചിത്രത്തെക്കുറിച്ച് തന്നെയാണ് സണ്ണി ജോസഫും രമേശ് ചെന്നിത്തലയും ചോദിക്കുന്നത്. അതൊക്കെ AI ആണെന്നാണ് ഗോവിന്ദന്റെ മറുപടി. ഞാൻ കാണുന്നതിന് മുമ്പ് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കാണുകയും അദ്ദേഹവുമായി സ്വകാര്യ സംഭാഷണങ്ങൾ നടത്തിയ ചിത്രങ്ങൾ ഒരുപക്ഷെ
നിങ്ങളുടെ കൈവശം ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതാരാണ് ഈ അപ്പോയിൻമെൻറ്റ് സംഘടിപ്പിച്ച് നൽകിയത് എന്ന് ചോദിച്ചപ്പോൾ UDF കൺവീനർക്ക് ഉത്തരവില്ല. പ്രിയാർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരാണ് ആ ഫോട്ടോയിലുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഏതായിരുന്നു സന്ദർഭം, ആരായിരുന്നു അപ്പോയിൻമെൻ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റിൻ്റെ സമയം നിശ്ചയിച്ച് കൊടുത്തത്, ആരുടെ നേതൃത്വത്തിലാണ് ആ കൂടിക്കാഴ്ച നടന്നത്? മുഖ്യമന്ത്രി അദ്ദേഹത്തെ തോളത്തേയിട്ട് നിൽക്കുന്ന ഫോട്ടോയും വന്നല്ലോ. ആരുടെ നിയന്ത്രണത്തിലാണ് ശബരിമലയിലെ കൊള്ള നടന്നതെന്ന് ഹൈക്കോടതി നിയോഗിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന വകുപ്പിലെ പോലീസുകാർ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഈ മടന്നിൻ്റെ ഞങ്ങൾക്കൊന്നും പ്രസക്തി. ലോകമെമ്പാടുമുള്ള വിശ്വാസികൾക്കൊപ്പം ക്രിസ്മസ് ആഘോഷമാക്കി മലയാളികൾ. പള്ളികളിൽ ഇന്നലെ രാത്രി നടന്ന തിരുപ്പിറവിയിലും പ്രത്യേക പ്രാർത്ഥനയിലും വിശ്വാസികൾ പങ്കെടുത്തു. ഇന്ന് രാവിലെയും പ്രത്യേക പ്രാർത്ഥനയും ദിവ്യബലിയും ഉണ്ടായിരുന്നു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി സ്മരണ പുതുക്കി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടന്നു. നിരവധി വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുക്കാൻ ഒഴുകിയെത്തിയത്. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ നേതൃത്വം നൽകി. ക്രിസ്മസ് പ്രത്യാശ നൽകുന്ന സന്തോഷത്തിന്റെ പെരുന്നാളാണെന്നും ഭയമില്ലാത്ത സന്തോഷത്തിന്റെ നല്ല അനുഭവത്തിൽ ക്രിസ്മസ് ആഘോഷിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്ക് മാത്രമായി ലഭിച്ച ഒരു അനുഗ്രഹത്തെക്കുറിച്ചല്ല നാം ഓർക്കുക. നാം പ്രാർത്ഥനയിൽ ഓർത്തതുപോലെ തലമുറകൾ തോറും ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഒരു വലിയ വിശ്വാസ സമൂഹത്തിൻ്റെ ഈ കാലത്ത് ജീവിക്കാൻ ദൈവം അനുവദിച്ച മക്കൾ എന്ന നിലയിലാണ് നാം യേശു കർത്താവിൻ്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുക. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ നടന്ന തിരുപ്പിറവി ചടങ്ങുകൾക്ക് തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെ നെറ്റോ നേതൃത്വം നൽകി. പ്രകാശത്തിന്റെയും പ്രത്യാശയുടെയും സന്ദേശമാണ് തിരുപ്പിറവിയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രിസ്തുവിന്റെ തിരുപ്പിറവി പ്രത്യാശയുടെ ആ ഒരു അനുഭവമാണ് പ്രദാനം ചെയ്യുന്നത്. പല കാരണങ്ങളാൽ കൂരിരുട്ടിൻ്റെ താഴ്വരയിൽ കഴിയുന്നത് പോലുള്ള അന്ധകാരത്തിലായിരിക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവർക്കാണ് പ്രത്യാശയുടെ വചനം മഹത്തായ പ്രകാശം കാണുന്നതും അവരുടെ മേൽ ഒരു പുതിയ പ്രകാശം ഉദിച്ച് ഉയരുന്നതും. നന്മയുടെ പ്രതീകമായ ക്രിസ്മസ് ആഘോഷമായാണ് വിശ്വാസികൾ കൊണ്ടാടുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യകേരളത്തിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുപ്പിറവി ആഘോഷങ്ങളും പാതിരാ കുർബാനയും നടന്നു. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ, മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ, ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവ എന്നിവർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. തിരുപ്പിറവിയോടനുബന്ധിച്ച പ്രാർത്ഥനാ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ക്രൈസ്തവ വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് ഒഴുകിയെത്തി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ സെന്റ് ഫ്രാൻസിസ് അസീസിയ കത്തീഡ്രലിൽ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപവുമേന്തി മുഖ്യ കാർമ്മികൻ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതായിരുന്നു ആദ്യ ചടങ്ങ്. തുടർന്ന് ദേവാലയത്തിനുള്ളിൽ പ്രത്യേകം ഒരുക്കിയ പീഠത്തിൽ തിരുസ്വരൂപം സ്ഥാപിച്ചു. പാതിരാ കുർബാനയ്ക്ക് തൊട്ടു മുൻപായി ദേവാലയത്തിൽ കരോൾ ഗാനാലാപനവും നടന്നു. ആരക്കുന്നം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി വലിയ പള്ളിയിൽ ശ്രേഷ്ഠ കാതോലിക്കായും മലങ്കര മെത്രാപോലീത്തയുമായ ആബൂൻ മോർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാവയുടെ പ്രധാന കാർമ്മികത്വത്തിൽ ക്രിസ്തുമസ് പ്രാർത്ഥനകൾ നടന്നു. വൈകിട്ട് 6 മണിക്കാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. കൽക്കുരിശു കൂദാശ, തുടർന്ന് സന്ധ്യാപ്രാർത്ഥന, തീജ്വാല ശുശ്രൂഷ, വിശുദ്ധ കുർബാന എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ.
മലബാർ സഭ ആസ്ഥാനത്ത് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ക്രിസ്തുമസ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ക്രിസ്തുമസ് പുതിയ സാധ്യതകളുടെ തുടക്കമാണെന്നും വീടുകളിലും പള്ളികളിലുമായി എല്ലാവരും ആഘോഷങ്ങളിൽ ഒന്നിക്കുന്നുവെന്നും മാർ റാഫേൽ തട്ടിൽ സന്ദേശത്തിൽ പറഞ്ഞു. പ്രത്യാശയുടെ പ്രവാചകന്മാരെ, പ്രേക്ഷിതരെ എന്നൊക്കെ പറയുമ്പോൾ ക്രിസ്മസ് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൻ്റെ പദ്ധതികളോട് മനുഷ്യൻ കാണിക്കുന്ന സന്മനസ്സാണ്, മനുഷ്യൻ നൽകുന്ന സഹകരണമാണ്. പാതിരാ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ വീടുകളിലേക്ക് പോയി. രാവിലെ 7 മണിക്കാണ് ദേവാലയങ്ങളിൽ ഇന്നത്തെ പ്രാർത്ഥനകൾ ആരംഭിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി. കോഴിക്കോട്ടെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നു. ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആത്മീയതയുടെയും ആഘോഷത്തിന്റെയും ദിനമാണ് ക്രിസ്മസ്. കോഴിക്കോട്ടെ വിശ്വാസികളെ സംബന്ധിച്ച് ഇത്തവണത്തെ ക്രിസ്മസ് ഇരട്ടി മധുരം നൽകുന്നതാണ്. കോഴിക്കോട് രൂപത അതിരൂപതയായി ഉയർത്തപ്പെട്ടതിനു ശേഷമുള്ള ആദ്യ ക്രിസ്മസ് ആണ് ഇന്ന് ആഘോഷിക്കുന്നത്. ദേവമാതാ കത്തീഡ്രലിൽ കോഴിക്കോട് അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പാതിരാ കുർബാന ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് ബിഷപ്പ് ക്രിസ്മസ് സന്ദേശം നൽകി. ദൈവം നമ്മളുടെ ഇടയിൽ കൂടാരമടിച്ച സംഭവമാണ് ക്രിസ്മസ്. അതുപോലെ തന്നെ വിശ്വാസത്തിലും പറയുമ്പോൾ അവനിൽ വിശ്വസിക്കുന്നവരാരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കേണ്ടതിന് തൻ്റെ പുത്രനെ നൽകുവാൻ തക്ക വിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചുവെന്നാണ്. ദേവമാതാ കത്തീഡ്രലിൽ രാവിലെ നടന്ന പ്രത്യേക പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും നിരവധി വിശ്വാസികളാണ് എത്തിയത്. രാവിലെ 7:30 നടന്ന ഇംഗ്ലീഷ് കുർബാനയിൽ നിരവധി വിദേശികൾ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. ദരിദ്രരെ തള്ളിക്കളയുന്നത് ദൈവത്തെ തള്ളിക്കളയുന്നതിന് തുല്യമെന്ന് ലിയോ 14 മാർപ്പാപ്പ. ക്രിസ്മസ് വിശ്വാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും പ്രത്യാശയുടെയും വിരുന്നാണെന്നും മാർപ്പാപ്പ പറഞ്ഞു. വത്തിക്കാനിൽ നടന്ന ക്രിസ്മസ് ആഘോഷവേളയിലാണ് മാർപ്പാപ്പ ക്രിസ്മസ് സന്ദേശം നൽകിയത്. കനത്ത മഴയും അവഗണിച്ച് ആയിരക്കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ ഒത്തുകൂടിയത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബെത്ലഹേമിൽ 2 വർഷത്തിന് ശേഷം ഇത്തവണ ക്രിസ്മസ് ആഘോഷിച്ചു. രാജ്യത്താകമാനമുള്ള ക്രൈസ്തവരെ ചേർത്തു പിടിച്ച് ക്രിസ്മസ് ആഘോഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയിലെ CNA ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും മോദിക്കൊപ്പം ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പള്ളിയിൽ നടന്നു. ക്രിസ്മസ് നമ്മുടെ സമൂഹത്തിൽ ഐക്യം വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രധാനമന്ത്രി എക്സിലും കുറിച്ചു. വിശ്വാസത്തിന്റെയും ആഘോഷത്തിന്റെയും ക്രിസ്മസ് ദിനത്തിൽ മുഴുവൻ ക്രൈസ്തവരെയും ചേർത്ത് പിടിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പൗരന്മാരെല്ലാം സമന്മാരാണെന്ന സന്ദേശം നൽകാൻ കൂടിയാണ് പ്രധാനമന്ത്രി ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ചടങ്ങുകളിൽ നേരിട്ട് പങ്കെടുത്തത്. ഡൽഹിയിലെ CNA ആസ്ഥാനമായ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്രിസ്മസ് ശുശ്രൂഷകളിൽ പങ്കെടുത്തത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും ഒപ്പമുണ്ടായിരുന്നു. പ്രധാനമന്ത്രിക്കും രാജ്യത്തിനും വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും പള്ളിയിൽ നടന്നു. ബിഷപ്പ് പോൾ സ്വരൂപ് പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രിക്ക് പുരോഹിതർ ബൈബിളിന്റെ പകർപ്പ് സമ്മാനിച്ചു. കാരൽസും ഹിമ്മെല്ലാം കേട്ടു. അതിൻ്റെ ഒപ്പം അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രെയർ ഇവിടുത്തെ ബിഷപ്പ് റൈറ്റ് റെവറൻഡ് പോൾ സ്വരൂപ് ജി പ്രെയർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഇത് നല്ലൊരു സന്തോഷമായ ഒരു ദിവസമാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ സുരക്ഷാ ക്രമീകരണം ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി. പള്ളിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കാത്തതിൽ സുപ്രീംകോടതി മുൻ ജസ്റ്റിസ് വിക്രംജിത്ത് സെൻ ഉൾപ്പെടെയുള്ളവർ അതൃപ്തി രേഖപ്പെടുത്തി. അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായവരോട് ക്ഷമ ചോദിക്കുന്നതായി പിന്നീട് BJP സംസ്ഥാന അധ്യക്ഷൻ അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.